കർത്താവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളോടുകൂടെ എനിക്കുമായിരിക്കുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കി തന്ന ദയക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും ഒക്കെ ആയിരിക്കുന്നവരെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ദൈവത്തിന്റെ വചനമായിരുന്നു എന്ന് നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. 9-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളാണ് ഡാനിയലിന്റെ പ്രേയർ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വചനം തന്നെ പ്രേരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പ്രത്യുത ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ് താൻ പ്രാർത്ഥിക്കുന്നത് പോലും. ഈസ് പ്രേയിങ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ ഹിതവും ദൈവവചനത്തിന് പ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. ഈസ് നോട്ട് ജസ്റ്റ് പ്രോംപ്റ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് ബൈ ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ വചനം തന്നെ മോട്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല പ്രാർത്ഥനയിലേക്ക്. പ്രത്യുത പ്രാർത്ഥന എന്നുള്ളത് നാം നോക്കുമ്പോൾ ഇറ്റ് ടോക്സ് അബൌട്ട് ഹു ഗോഡ് ഇസ്. ദൈവം ആരാ എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദാനിയേലിന്റെ പ്രാർത്ഥന പോലും നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുക. നമ്മുടെ പ്രാർത്ഥന ഇവിടെ നിങ്ങളുടെ അവിടുത്തെ മിക്കപേരും പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വെരി മെച്യൂറായിട്ട് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു പൊതുവെ ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ പലരുടെയും പ്രാർത്ഥന നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ വാട്ട് അതേഴ്സ് ക്യാൻ ലേൺ ഫ്രം അവർ പ്രെയർ. നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റുന്ന കണ്ടന്റ് എന്താ, സബ്സ്റ്റൻസ് എന്താ ഇതിലുള്ളത്. ഞാൻ പണ്ട് കുഞ്ഞിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മാവി പറഞ്ഞ് നിർത്തട, കർത്താവ് വാച്ച്മാൻ മാത്രമല്ല, വാച്ച്മാനാണോ നിന്റെ കർത്താവ് എന്ന് പറഞ്ഞ് എന്നെ ശാസിച്ചിട്ടുണ്ട്. അപ്പം ഈ ബാലിഷ്യമായിരിക്കുന്ന പ്രാർത്ഥന സൂക്ഷിക്കണേ രക്ഷിക്കണേ, സൂക്ഷിക്കണേ രക്ഷിക്കണേ, വിടുവിക്കണേ, അനുഗ്രഹിക്കണേ എന്നൊക്കെയുള്ള ആ ഒരു ഇമ്മച്യൂരിറ്റി പലപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് കാണാറുണ്ട്. ദർ ഇസ് നോ സബ്സ്റ്റൻസ് അറ്റ് ഓൾ ഇൻ മെനി ഓഫ് പ്രേയേഴ്സ്. എന്നാൽ ഡാനിയേലിന്റെ പ്രാർത്ഥന ഒന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ് ടേക്സ് മെനി വീക്സ്, അനേക ആഴ്ചകൾ നമുക്ക് എടുത്തു പഠിക്കാനുള്ള കാര്യം ആ 19 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബിക്കോസ് ഹി ഈസ് പ്രേയിങ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് കാനൻ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. അതായത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം എഴുതാൻ കിടപ്പുണ്ട്, മലാക്കി ഉണ്ട്, എസ്ര ഉണ്ട്, നെഹമ്യ ഉണ്ട്, എസ്തേറിന്റെ പുസ്തകം എഴുതാൻ കിടപ്പുണ്ട്, സങ്കീർത്തനത്തിലെ ചില പുസ്തകങ്ങൾ ഇനി എഴുതാൻ ബാക്കിയുണ്ട്. അപ്പോൾ പഴയ നിയമത്തിന്റെ കാനൻ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. തനിക്ക് വെളിപ്പെട്ടതിൽ നിന്ന് അത് തനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ആ വചനം തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രോംപ്റ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുക മാത്രമല്ല അതിനനുസരിച്ച് താൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദാറ്റ് ഇസ് വെരി ചാലഞ്ചിങ് ഫോർ മീ. നമ്മൾ ഡാനിയലിന്റെ പ്രേയറിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നെ ചിലരൊക്കെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, ഡാനിയലിനെ പോലെ സ്വപ്നം കാണണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്വപ്നം കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ബട്ട് ദ തിങ് ദാറ്റ് ചാലഞ്ചസ് മീ ഈസ് അബൌട്ട് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തോടുള്ള തന്റെ ആ തീക്ഷ്ണതയും ദൈവത്തിന്റെ വചനത്തോടുള്ള തന്റെ ആ സ്നേഹവും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇവിടെ പുള്ളി ഒരു പുസ്തകം തുറന്നപ്പോൾ പുള്ളിക്ക് എന്തോ ഇങ്ങനെ തോന്നി എന്നാൽ പ്രാർത്ഥിക്കാം, അങ്ങനല്ല. His entire time in exile was saturated by God's word. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ചിലപ്പോൾ എത്ര വയസ്സിൽ അവിടെ ബാബിലോണിൽ വന്നത് എനിക്കറിയത്തില്ല. ഇനി ടീൻ ഏജിൽ വന്നതാ. He was equipped by God's word, he was led by God's word, and he was saturated in God's word entirely. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ അധ്യായം നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ, യെരുശലേമിലേക്ക് കിളിവാതിൽ തന്നെ തുറന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ ഈ സ്പ്രിംഗ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ്. ശലോമോൻ രാജാവ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആ പറഞ്ഞ ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും കൂടെയാണ് ദാനിയേൽ അങ്ങനെ പോലും പ്രാർത്ഥിക്കുന്നത് പോലും. സോ ഹിസ് പ്രേയർ, ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്, തന്റെ വിശ്വസ്തത, തന്റെ പ്രാർത്ഥന, എൻറ്റയർ ലൈഫ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഹി വാസ് സാച്ചുറേറ്റഡ് ഇൻ ഗോഡ്സ് വേർഡ്. അതാണ് എന്നെ ചാലഞ്ച് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് തന്റെ പ്രാർത്ഥന വളരെ ചാലഞ്ചിങ് ആണ് എനിക്ക്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ് ത്രൂ ഹിസ് സ്ക്രിപ്ചേഴ്സ്. അപ്പം
എ ലൈഫ് ഷേപ്ഡ് ബൈ ഗോഡ്സ് വേ ആൻഡ് ഹിസ് വിൽ. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ എന്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായത് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ദൈവഹിതം അനുസരിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം തിരുവചനത്താൽ ഷേപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതർവൈസ് വി വിൽ ലൂസ് ഇറ്റ്. നമ്മൾ ഒന്ന് യോഹന്നാൻ 5:12-13-14 വാക്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ആൽബി പാസ്റ്റർ പറയുവാനിടയായി തീർന്നല്ലോ. ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് നമുക്ക് മറുപടി നൽകും. അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ. ദൈവഹിതം എവിടെ ഉള്ളത്? ദൈവഹിതം ഉള്ളത് ഇറ്റ് ഈസ് ഇൻ ദ സ്ക്രിപ്ചേഴ്സ്, തിരുവചനത്തിൽ കൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പ്രാരംഭമായി ഈ മനുഷ്യന്റെ ദൈവത്തിന്റെ വചനത്തോടുള്ള ആ ഒരു സ്നേഹവും തന്റെ ആ തീക്ഷ്ണതയും തന്റെ ആ ഫെയ്ത്ത്ഫുൾനെസ്സിനെയും കാണിച്ചതിന് ശേഷം ഐ വോണ്ട് ടു ഷോ യു ഫ്രം ചാപ്റ്റർ 1 ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിന്റെ വിശ്വസ്തതയെ നമ്മൾ അതിൽ കൂടെ പഠിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം ഐ വോണ്ട് ടു ഷോ യു, ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് പരസ്യമായി വായിക്കണേ. 9:2. ഒന്നാം ആണ്ടിൽ തന്നെ അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അവിടെ വാക്ക് ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഞാൻ യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാട്. ഒന്നാമത്തെ പാഠം നാം പഠിക്കുന്നത് ഡാനിയൽ ബിലീവ്ഡ് all God's word is inspired by God. ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ചു ഡാനിയൽ. It is an inspiration of God. ദൈവശ്വാസ്യമാണെന്ന് താൻ വിശ്വസിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടാണ്. യെരമ്യാവാണ് എഴുതിയെങ്കിലും, യെരമ്യാവാണ് അത് പ്രവചിച്ചെങ്കിലും, ജെറമായ was inspired by God to speak his word. രണ്ടാമത്തത്, നെബൂഖദ്നേസറിനെ അല്ലെങ്കിൽ ബെൽസസർ രാജാവിനെ കൊന്നുകളഞ്ഞിട്ട് ഇതാ ശക്തനായിരിക്കുന്ന അടുത്തൊരു രാജാവ് വന്നപ്പോൾ ആ രാജാവിന് കീഴ്പ്പെട്ട തന്റെ അധികാരത്തിൽ നിന്ന് ചെയ്യാനല്ല ദാനിയേൽ ഇവിടെ ശ്രമിക്കുന്നത്. ഹി ബിലീവ്സ് ഇൻ ദി അതോറിറ്റി ഓഫ് ഗോഡ്സ് വേർഡ്. അതാണ് തന്നെ പ്രാർത്ഥനയിലേക്ക് തിരിച്ചത്, ദൈവത്തിലേക്ക് തിരിച്ച ഘടകം അതാണ്. ഈ ബിലീവ്ഡ് ഇൻ ദി ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല, അബ്സല്യൂട്ട് അതോറിറ്റി ദൈവത്തിന്റെ വചനത്തിലേ ഉള്ളൂ എന്ന് താൻ വിശ്വസിക്കുകയും ചെയ്തു. ഇത് വളരെ ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ട വളരെ അത്യാവശ്യമുണ്ട്. കാരണം അങ്ങനെയുള്ള പല ഗ്രൂപ്പുകൾ നമ്മുടെ 4 സൈഡിലുമുണ്ട്. ദൈവത്തിന്റെ ആ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്സ് വേർഡ്, അതോറിറ്റി ഓഫ് ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനത്തിന്റെ പര്യാപ്തത, സഫിഷ്യൻസി. ദൈവത്തിന്റെ വചനം പര്യാപ്തമാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കർത്താവ് നീക്കി ഞങ്ങളെ റീസ്റ്റോർ ചെയ്യാൻ ഗോഡ് ഇസ് ഏബിൾ, ദ സ്ക്രിപ്ചർ ഇസ് ഏബിൾ. ഒരുമിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കാനൻ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. പഴയ നിയമത്തിന്റെ കാനൻ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. അല്ല ഇന്നത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ ഞാൻ ഒരു പുതിയ വെളിപ്പാട് ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് സ്വപ്നം കണ്ടിട്ട് പറയാമെന്നല്ല ദാനിയേൽ ഇവിടെ ചിന്തിക്കുന്നത്. ദാനിയേൽ ആശ്രയിക്കുന്നത് പോലും തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവത്തിന്റെ വചനത്തിലാണ്. ഇന്ന് പഴയ നിയമം പുതിയ നിയമം കാനൻ എല്ലാം ക്ലോസ് ചെയ്ത് കിട്ടിയിട്ട് പോലും ആൾക്കാർ പറയുന്നത് എന്തോന്നറിയാമോ? പുതിയത് ഞങ്ങൾക്ക് തരാനുണ്ട്, പുതിയ വെളിപ്പാടുകൾ ഇപ്പോഴും ഉണ്ട്, പുതിയ ആലോചനകൾ ഇപ്പോഴും ഉണ്ട്. ക്ലോസ് ചെയ്ത ഇട്ടിട്ട് പോലും നമ്മൾ പലരിൽ കേൾക്കുമ്പോൾ പലരും ഇത് വിശ്വസിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പര്യാപ്തമല്ല എന്ന് വിശ്വസിക്കുന്നു. അതിന് സഫിഷ്യൻസി ഇല്ല, അത് ഇൻസ്പയർഡ് അല്ല, അതിന് അതോറിറ്റി ഇല്ല എന്ന് പലരും വിശ്വസിക്കുമ്പോൾ, അബ്സല്യൂട്ട് അതോറിറ്റി ഇല്ല എന്ന് പലരും വിശ്വസിക്കുമ്പോൾ, ഡാനിയലിന് വെളിപ്പെടുത്തി തന്നതിൽ ഡാനിയൽ ആശ്രയിച്ച് സഫിഷ്യന്റ് ആയിട്ട് പറയുക, ദാറ്റ് വേർഡ് ഇസ് സഫിഷ്യന്റ് ഫോർ അസ് ടു റീസ്റ്റോർ അസ്. ഇതൊരു വലിയൊരു പാഠം അല്ല. പുതിയൊരു വെളിപ്പാടിന് വേണ്ടി പുള്ളി ഒത്തിരി സ്വപ്നം വ്യാഖ്യാനിക്കുക, സ്വപ്നം കണ്ട ആളാ. എന്നാ ഒരു സ്വപ്നം കൂടെ കണ്ടിട്ട് ഞാനൊരു വ്യാഖ്യാനം കൊടുക്കാമെന്നൊന്നും ഇന്നത്തെ പല വലിയ അപ്പോസ്തലന്മാരൊക്കെ പറയുന്നത് പോലൊന്നും ഡാനിയേൽ ഇവിടെ ചിന്തിക്കുന്നില്ല. Daniel's foundation is in God's word. ഇത് വളരെ കണക്റ്റഡ് പ്രിയരെ.
നമ്മൾ ദൈവവചനത്തിന്റെ ഇൻസ്പിറേഷനെ നാം റിജക്ട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തെ റിജക്ട് ചെയ്യും. ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരം റിജക്ട് ചെയ്യുമ്പോൾ പര്യാപ്തത റിജക്ട് ചെയ്യും. പിന്നെ ഇൻഹെറൻസി റിജക്ട് ചെയ്യും, ഇൻഫാലിബിലിറ്റി റിജക്ട് ചെയ്യും. എല്ലാം ഇത് ചെയിനാ, ഇത് കണക്റ്റഡാ. ഒരെണ്ണം നാം റിജക്ട് ചെയ്താൽ ദൈവത്തിന്റെ വചനത്തോടുള്ള പല ഉപദേശങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് മാറ്റിക്കളയും. എന്നാൽ ഡാനിയൽ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. He believed in the inspiration of God's word. ജെറമ്യാവ് സംസാരിച്ചെങ്കിലും ഇറ്റ് ഇസ് ഗോഡ്സ് വേർഡ് എന്ന് അത് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇസ് എൻറ്റയർ പ്രെയർ ഒന്ന് എടുത്ത് പഠിച്ചു നോക്കിയാൽ ഇസ് എൻറ്റയർ പ്രെയർ ഇസ് തിങ്കിങ് ഇസ് ഇൻ ഗോഡ്സ് റെവലേഷൻ. ദൈവം ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്ത, തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുത്ത ആ റെവലേഷനിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുക തന്റെ പ്രാർത്ഥന. അല്ലാതെ താനൊന്ന് ഇമാജിൻ ചെയ്ത് ദൈവം ഇങ്ങനെയൊക്കെ ആകും, ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് ഇമാജിനേഷനിൽ വെച്ച് ചെയ്യുകയല്ല. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ എതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എന്തെങ്കിലും പറഞ്ഞിരിക്കട്ടെ, അവരാ പോകുന്ന വഴിക്ക് തെന്നിയടിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയുന്നത് എന്തറിയാമോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്റെ എതിരെ ചെയ്യുമ്പോൾ കർത്താവ് അവനെ തൊടുവെന്ന്. നോക്കിക്കേ, അപ്പൊ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതായത് എന്നെ തൊട്ടാൽ എന്നെ തൊടുന്നവനെ തൊടുന്നൊരു ദൈവം. അപ്പൊ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ്, ഒരു ജീസസ്. അങ്ങനല്ല ഇവിടെ ഡാനിയൽ പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഗോർഡൻ ഫീ എന്ന് പറയുന്നത് ദൈവദാസൻ പറഞ്ഞത്, ഷോ മീ യുവർ സോങ്സ്, ഐ വിൽ ടെൽ യുവർ വാട്ട് ഇസ് യുവർ തിയോളജി. നിങ്ങളുടെ പാട്ട് കാണിക്ക്, ഞാൻ പറയും നിങ്ങളുടെ ദൈവശാസ്ത്രം എന്താണ്. ഞാനത് അല്പം ഒന്ന് പാരഫ്രൈസ് ചെയ്യുക. ഷോ അസ് യുവർ പ്രെയർ, വി വിൽ ടെൽ യു വാട്ട് ഇസ് യുവർ തിയോളജി. പ്രാർത്ഥന കേൾക്കുമ്പോൾ മനസ്സിലാകും എന്തുവാ നമ്മൾ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നതെന്ന്. ഈ മനുഷ്യന്റെ പ്രാർത്ഥന ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ വി നോ എക്സാക്ട്ലി വാട്ട് ഹി ബിലീവ്സ് അബൌട്ട് ഗോഡ്. അത് സ്വയമേ ചിന്തിക്കുന്ന, താൻ നിർമ്മിച്ച ഒരു ഇമാജിനേഷനിലുള്ള ഒരു കുട്ടി ദൈവമല്ല ഇത്. ദിസ് ഇസ് ഗോഡ് ഹിംസെൽഫ് റിവീൽ. ദൈവം തന്നെ തന്റെ വചനത്തിൽ കൂടെ, പ്രത്യേകിച്ച് ആദ്യത്തെ 5 പുസ്തകമായിരുന്നു എൻറ്റയർ പ്രവാചകന്മാരുടെ അടിസ്ഥാനം. പ്രവാചകന്മാർക്ക് പുതിയതൊന്നും പറയാനില്ലായിരുന്നു. ദേ ഓൾവേസ് വെന്റ് ബാക്ക് ടു ആവർത്തന പുസ്തകത്തിൽ ചെന്നു, പുറപ്പാടിന്റെ പുസ്തകത്തിൽ ചെന്നു, ലേവ്യ പുസ്തകത്തിൽ ചെന്നു. അവർക്ക്, പ്രവാചകന്മാർക്ക് എല്ലാം അടിസ്ഥാനപ്പെട്ടിരുന്നത് ദൈവത്തിന്റെ വചനത്തിലായിരുന്നു അവർക്ക് പറയാനുള്ളത്. ഭാവി പോലും പറഞ്ഞത് ദൈവത്തിന്റെ വചനത്തിന് പ്രകാരമായിരുന്നു. ഈവൻ ഫ്യൂച്ചർ പോലും പറഞ്ഞത്, അവരുടെ പ്രസന്റ് സിറ്റുവേഷനും അവരുടെ ഫ്യൂച്ചറും ആദ്യത്തെ 5 പുസ്തകത്തെ ബേസ് ചെയ്തായിരുന്നു പ്രവാചകന്മാർ സംസാരിച്ചത്. ഈവൻ ഡാനിയൽ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നെഹമ്യാവിന്റെ പ്രാർത്ഥന നോക്കിക്കേ. നെഹമ്യാവിന്റെ പ്രാർത്ഥനയിലും ഈസ് പ്രേയിങ് അക്കോർഡിംഗ് ടു വാട്ട് ഈസ് ഓൾറെഡി റിവീൽഡ് ഇൻ ഗോഡ്സ് വേർഡ്. അപ്പൊ എന്നെ ചിന്തിപ്പിച്ചത്, ഡാനിയൽസ് തിങ്കിങ് ഈസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് റെവലേഷൻ. ഞാൻ ചില വാക്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഞാനത് ഇംഗ്ലീഷ് വായിക്കാം, നിങ്ങളത് മലയാളം ബൈബിളിലേക്ക് നോക്കുക. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കിക്കേ. അവിടെ കൊടുത്തിരിക്കുന്നത് 9:4, ഓ ലോർഡ് ദ ഗ്രേറ്റ് ആൻഡ് ഓസം ഗോഡ്. എവിടുന്ന് കിട്ടി ഈ പുള്ളിക്ക് ഈ വെളിപ്പാട്? ദിസ് ഗോഡ് ഇസ് ഗ്രേറ്റ് ആൻഡ് ഓസം. അന്ന് അടുത്ത് പറയുക, ഹു കീപ്സ് ഹിസ് കവനന്റ് ആൻഡ് ലവിംഗ് കൈൻഡ്നസ് ഫോർ ദോസ് ഹു ലവ് ഹിം ആൻഡ് കീപ് ഹിസ് കമാൻഡ്മെന്റ്സ്. മോശയ്ക്ക് ദൈവം കൊടുത്ത വെളിപ്പാടാണിത്. ഈസ് എ ഗ്രേറ്റ് ആൻഡ് ഓസം ഗോഡ് ഹു കീപ്സ് ഹിസ് കവനന്റ് ലവ്. തന്റെ ഉടമ്പടി സ്നേഹത്തെ കീപ്പ് ചെയ്യുന്ന, തന്നെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്റെ ഉടമ്പടിയെ കീപ്പ് ചെയ്യുന്ന സെൽഫ് റെവലേഷൻ മോശയ്ക്ക് നടത്തിയ ആ വചനത്തെ വായിച്ചിട്ടാണ് തന്റെ ആ തിങ്കിങ്, ദൈവത്തെക്കുറിച്ചുള്ള തിങ്കിങ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് 5-ാം വാക്യത്തില് ഈ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചാൽ പോലും നമുക്ക് വേർഡ് സെന്റർഡ് ആയിരിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. 5-ാം വാക്യം നോക്കിക്കേ. വി ആക്ടഡ് വിക്കഡ്ലി ആൻഡ് റിബെൽഡ് ഈവൻ ടേണിംഗ് അസൈഡ് ഫ്രം യുവർ കമാൻഡ്മെന്റ്സ്. 6-ാം വാക്യം, വി ഡിഡ് നോട്ട് ലിസൺ ടു യുവർ സെർവൻറ്റ്സ് ദ പ്രോഫിറ്റ്സ്. ഞങ്ങൾ അവിടുത്തെ അയച്ച പ്രവാചകന്മാരായ ദാസന്മാരെ ശബ്ദം ഞങ്ങൾ കേട്ടില്ല. വി ഡിഡ് നോട്ട് ബിലീവ്, വി ഡിഡ് നോട്ട് ഹിയർ ദം. 7-ാം വാക്യം, റൈച്ചസ്നെസ് ബിലോങ്സ് ടു യു. നീതി നിന്റെ പക്കലുണ്ട്. അടുത്തത്, വെൻ വി കം ടു
ആ 7-ാം വാക്യത്തിന്റെ ആ ബി പാർട്ട് നമ്മൾ നോക്കിക്കേ ഒന്ന്. ഇൻ ഓൾ ദ കൺട്രീസ് ടു വിച്ച് യു ഹാവ് ഡ്രിവൻ ദം, നീ അവരെ എന്ത് ചെയ്തു? ചിതറിച്ചു കളഞ്ഞു. എവിടുന്ന് കിട്ടി ഈ നോളജ്? what is the foundation of it? It is from the scriptures, by reading the scriptures. അടുത്തത് മുമ്പോട്ട് വരാം. അതിന്റെ 9-ാം വാക്യത്തിലുണ്ട്. 9-ാം വാക്യത്തിൽ പറയുന്നത് ലോർഡ് അവർ ഗോഡ് ബിലോങ് കമ്പാഷൻ ആൻഡ് ഫോർഗിവ്നെസ്. 10-ാം വാക്യം we did not obey the voice of the Lord, we did not walk in his teachings. 11-ാമത്തെ വാക്യം we transgressed your law. എന്നിട്ട് അവിടെ അടുത്ത് കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, സോ ദ കേഴ്സ്, ശാപങ്ങളെല്ലാം, curse has been poured out on us along with the oath which is written in the law of the Moses. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശാപങ്ങൾ പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്തു? വന്നു. അത് ലേവ്യ പുസ്തകത്തിലുണ്ട്, ആവർത്തന പുസ്തകത്തിലുണ്ട്. അനുഗ്രഹവും ശാപവും ഇതെല്ലാം വന്നു എന്ന് തിരുവചനത്തെ കോട്ട് ചെയ്തിട്ട് താൻ പറയുക. എന്നിട്ട് 12-ാമത്തെ വാക്യം, ഹി ഹാസ് കൺഫേംഡ് ഹിസ് വേർഡ്സ്. കർത്താവ് അങ്ങനൊക്കെ പറഞ്ഞു മോശയിൽ കൂടെ, പക്ഷെ ഇതാ ഹി ഹാസ് കൺഫേംഡ് ഇറ്റ്, കർത്താവ് അത് ചെയ്തു എന്ന് അടുത്തത് താൻ പറയുക. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ അഗൈൻ ഈ സെയിങ്, ആസ് ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ദ ലോ ഓഫ് മോസസ് ഓൾ ദിസ് കലാമിറ്റി ഹാസ് കം അപ്പോൺ us. അപ്പൊ ഇതെല്ലാം പറയുമ്പം ദാനിയേൽ പറയുന്നില്ല, ഓ കർത്താവ് എന്നാലും ഇത് ഇച്ചിരി കടുങ്കിയായിപ്പോയി എന്നല്ല ദാനിയേൽ പറയുന്നത്. ദാനിയേൽ പറയുന്നത് എന്താ അറിയാമോ? 14-ാമത്തെ വാക്യം, ലോർഡ് അവർ ഗോഡ് ഇസ് റൈച്ചസ് വിത്ത് റെസ്പെക്ട് ടു ഓൾ ഹിസ് ഡീഡ്സ്. 9-ന്റെ 14-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പറയുന്നത്, ദൈവമേ, യഹോവയായ ദൈവമേ, നീ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും നീ നീതിമാനാകുന്നു. ഞങ്ങളുടെ പക്കൽ നീതിയില്ല. വി ആർ നോട്ട് റൈറ്റ്. whatever you have done, whatever you have said in the scriptures, അങ്ങ് ചെയ്തതിൽ സകലവും അങ്ങ് നീതിമാന, യു ആർ റൈറ്റ് ലോർഡ് എന്ന് സമ്മതിക്കുക. എന്നിട്ട് 15-ാമത്തെ വാക്യം നോക്കിക്കേ, പുറപ്പാട് പുസ്തകം ആൻഡ് ബുക്ക് ഓഫ് നമ്പേഴ്സ്, നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നു. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. എന്തുവാ? ആദ്യത്തെ 5 പുസ്തകം ആണ് തന്റെ ഫൗണ്ടേഷൻ. അതല്ലാതെ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 33, 34, എന്നിട്ട് 46 തൊട്ട് 51 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കവിടെ കാണാൻ കഴിയും, ദൈവം ന്യായം വിധിക്കുക മാത്രമല്ല, ദൈവം അവരോട് കരുണ ചെയ്യും എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിനുശേഷം ഇവിടെ ഈ 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, വചനം തുറന്നു യെരമ്യാ പ്രവാചകനോട് പറഞ്ഞ അരുളപ്പാട് അനുസരിച്ച്. ഇപ്പൊ തന്നെ ആദ്യത്തെ 5 പുസ്തകവും, യെരമ്യാ പ്രവാചകന്റെ പുസ്തകവും, രാജാക്കന്മാരുടെ പുസ്തകവും, he is saturated in God's word. ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയ ദൈവവചനത്തിനെ അടിസ്ഥാനപ്പെട്ടിട്ടാണ് തന്റെ ചിന്ത പോലും, his thinking, his life and prayer is shaped by God's word. അല്ലാതെ 9-ാം അധ്യായത്തിൽ ഒരു എമർജൻസി പ്രാർത്ഥനയല്ല നടത്തുന്നത്. വചനം തുറന്നപ്പോൾ ഒരു എമർജൻസി പ്രാർത്ഥന. നോ, ഹിസ് എൻറ്റയർ എക്സൈൽ ലൈഫ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ഗോഡ്സ് വേർഡ്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 10 കൽപ്പന കർത്താവ് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഡു നോട്ട് സ്റ്റീൽ. വൈ ഡിഡ് ഗോഡ് സേ ഡു നോട്ട് സ്റ്റീൽ? ബിക്കോസ് ഗോഡ് ഡസ് നോട്ട് സ്റ്റീൽ. അതിന് അടുത്ത് പറയുന്നത്, ഡു നോട്ട് ഡു അഡൾട്ടറി. വ്യഭിചാരം ചെയ്യരുത്. വൈ? ബിക്കോസ് ഗോഡ് ഡസന്റ് ഡു ദാറ്റ്. സി, ഡു നോട്ട് മർഡർ. കൊല ചെയ്യരുത്. വൈ? ബിക്കോസ് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. സോ ഗോഡ് ഗേവ് കമാൻഡ്മെന്റ്സ് സോ ദാറ്റ് ആ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ കർത്താവിനെ പോലാകാൻ വേണ്ടിയാ. ടു ബിക്കം ലൈക്ക് ഗോഡ്, ടു ബിക്കം ലൈക്ക് ഹിം ബൈ നേച്ചർ. അതുകൊണ്ടാണ് കർത്താവ് ആ കൽപ്പനകൾ പോലും അവർക്ക് കൊടുത്തത്. സോ ആ വചന വായനയിലും പഠനത്തിലും മെഡിറ്റേഷനിലും ആ വേർഡ് തന്നെ കർത്താവിനെ പോലെ, ടു ബിക്കം ലൈക്ക് ഹിസ് ഗോഡ്. ഹൗ ഗോഡ് ഇസ് ഫെയ്ത്ത്ഫുൾ, ഡാനിയൽ ഇസ് ഓൾസോ ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഹിസ് വേസ്.
How God is separated. Daniel is also separated in all his ways. അപ്പോൾ ആ വചനമായിരുന്നു ഈ മനുഷ്യനെ ഈ മനുഷ്യന്റെ ജീവിതത്തെയും ലൈഫിനെയും ഷേപ്പ് ചെയ്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, ഈ വചനം കേട്ട് വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച ഈ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് ഈസ് ഐഡന്റിഫൈങ് വിത്ത് ഹിസ് പീപ്പിൾ. തന്റെ ജനത്തോടുകൂടെ ഐക്യദാർഢ്യം കാണിച്ചിട്ട് പറയുക, ഞങ്ങളാ പാപം ചെയ്തേ, ഞാനും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഒരു സെർച്ച് ലൈറ്റ് ആയിട്ട് തന്റെ ഹൃദയത്തിന്റെ അഗ്ലിനെസ്സിനെ വചനം അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ തനിക്ക് മനസ്സിലായി, എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല, ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ ദൈവത്തിന്റെ വചനം സെർച്ച് ലൈറ്റും ആയിരുന്നു തനിക്ക്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം ഈസ് ഓൾസോ വാച്ച് ടവർ, എ ഗൈഡിംഗ് പോസ്റ്റ് ഇൻ ഹിസ് എക്സൈൽ ലൈഫ്. ഒരു വാച്ച് ടവർ ആയിരുന്നു. വിയോ വർഗീസ് പാസ്റ്റർ പറയുന്ന ഒരു എക്സാമ്പിൾ, താൻ പലപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, ഒരു വാർഷിപ്പ് ഇങ്ങനെ അതിന്റെ പോകുന്ന യാത്രയിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ എതിരെ ഒരു ലൈറ്റ് കണ്ടു, അവിടുന്ന് എന്തോ ഒരു സിഗ്നൽ വരുന്നത് കണ്ടു. അങ്ങനെ ഈ വാർഷിപ്പ് നേരെ എതിരെ വരുന്ന ആ ലൈറ്റ് ആ സിഗ്നലിന് റിപ്ലൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അല്പം കൂടെ മാറി സഞ്ചരിക്കണം, ഞങ്ങൾ ഇതേ ദിശയിലേക്ക് അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് മറുപടി ഇങ്ങോട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല, വേണമെങ്കിൽ നിങ്ങൾ മാറാൻ പറഞ്ഞു. അപ്പോ രണ്ടാമതും പിന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, യു ഹാവ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ, ഞങ്ങൾ സാധാരണ ഷിപ്പല്ല, ഞങ്ങൾ വാർഷിപ്പാന്ന് പറഞ്ഞു. അപ്പോ അടുത്ത രണ്ടാമത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ മാറിക്കോളാൻ പറഞ്ഞു. മൂന്നാമത്തെ ഒരു ഭീഷണി പോലെ അയച്ചു. ക്യാപ്റ്റൻ, ആ വ്യക്തി, അതിന്റെ ഹെഡായിരിക്കുന്ന വ്യക്തി ഭീഷണി പോലെ അയച്ചിട്ട് പറഞ്ഞു, വി ആർ വാർഷിപ്പ്, ഇതിന്റെ കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും, സോ യു ഹാവ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ. മൂന്നാമത് മറുപടി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല, കാരണം ഇതൊരു വാച്ച് ടവർ ആണെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല, നമ്മൾ മാറിക്കോണം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച്. ഗോഡ്സ് വേർഡ് വിൽ നോട്ട് ചേഞ്ച്. അത് നെബൂഖദ്നേസർ ഭരിച്ചാലും ദാര്യാവേശ് ഭരിച്ചാലും ബാബിലോൺ വന്നാലും പേർഷ്യൻ രാജാവ് വന്നാലും ഡസന്റ് മാറ്റർ. ഡാനിയലിന് ഒരു കാര്യം അറിയാം, ഗോഡ് ഇസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് വേർഡ് ആൻഡ് ഹി വിൽ അക്കംപ്ലിഷ് വാട്ട് ഹി ഹാസ് സെഡ്. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ ദാസൻ ആൽബി അതിനെ അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ, ദൈവത്തിന്റെ പരമാധികാരമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താ? അതിന്റെ മറുപടി താൻ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗോഡ് വിൽ ഡു എക്സാക്ട്ലി വാട്ട് ഹി ഹാസ് സെഡ്. ദൈവം പരമാധികാരിയായ ദൈവമാണ്. രാജാക്കന്മാര് വരും പോകും, രാജ്യങ്ങൾ വരും പോകും, ബട്ട് ഗോഡ്സ് വേർഡ് വിൽ സ്റ്റാൻഡ് ഫോർ എവർ. ദൈവത്തിന്റെ ഹിതത്തിനും വചനത്തിനും അനുസരിച്ച് നമ്മുടെ ജീവിതം നാം വെക്കുമ്പോൾ, ലെറ്റ് മി ടെൽ യു, ദാറ്റ് പേഴ്സൺ വിൽ ലിവ് ഫോർ എവർ. അത് പത്രോസ് അപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സസ് 24. 1 പത്രോസ് 1:24. സകല ജഡവും പുല്ലുപോലെയും, വായിച്ചു, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ തുറന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. സകല ജഡവും പുല്ലുപോലെയാകുന്നു. പിന്നെ ഇച്ചിരി നല്ല വണ്ടിയും വീടും എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ പുല്ലിന്റെ മേളിലുള്ള പൂ പോലെയുള്ളൂ. പുല്ലും പോകും, പൂവും പോകും. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ പൂ കണ്ടിട്ട് നമ്മളൊന്നും ഭാരപ്പെടണ്ട, അത് വാടിപ്പോകും, നമ്മളും പോകും. പക്ഷെ ദൈവത്തിന്റെ വചനം, അതാണ് നേരത്തെ അതിന്റെ മേളത്തിലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ വീണ്ടും ജനിച്ച്
അനുദിനം രക്ഷയ്ക്കായി മായമില്ലാത്ത പാൽ കുടിച്ചു വളരുന്ന ജീവനുള്ള കല്ലിന്റെ അടുക്കലേക്ക് വന്ന് ജീവനുള്ള കല്ലുകളായി തീരുന്ന ഒരു ദൈവവൈദ്യന് ഒരു കാര്യം അറിയാം, ഇതെല്ലാം പോയാലും നിലനിൽക്കുന്ന ഒരു രാജ്യം, നിലനിൽക്കുന്ന ഒരു നിത്യജീവനുണ്ട്. ആ പ്രത്യാശ നമുക്ക് ഉണ്ടോ? ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ആ പ്രത്യാശയുള്ളവർ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിലുള്ള ഒന്നും എനിക്കില്ലെങ്കിലും ലോർഡ് യു ഹാവ് ഗിവൻ മീ ഇറ്റർണൽ ലൈഫ്, എനിക്ക് നിത്യജീവൻ തന്നേഹായി സ്തോത്രം. യോഹന്നാൻ പറയുന്നത് എന്താ അറിയാമോ? സഹോദരന്മാരെ, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടൂന്നല്ല, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. യു ഷുഡ് നോ ദാറ്റ് യു ഹാവ് ഇറ്റേണൽ ലൈഫ്. അത് ജെ.സി. റയൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഒരു റോസാപ്പൂ ബഡ്, ആ റോസാപ്പൂ ബഡിന്റെ അകത്ത് റോസാപ്പൂ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല നമുക്ക്. പച്ചയായിരിക്കുന്ന ഇലകൾ അതിനെ മൂടിയിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം അത് പൊട്ടി വിടരും എന്നതുപോലെയാണ് ഇന്ന് യേശുവിൽ നിന്ന് നീതീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അവനെ നാം നേരിട്ട് കാണുമ്പോൾ അത് വിടർന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരും. ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ അവിടുന്ന് വർദ്ധിക്കുമാറാകട്ടെ. ദാറ്റ് വിൽ ചേഞ്ച് അവർ ഫാമിലി ലൈഫ്. നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ സഭാജീവിതത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, ഈ ഇറ്റേണൽ ലൈഫ്, ആ നിത്യജീവൻ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഉള്ളിൽ മാത്രമേ ഞരക്കമുള്ളൂ കേട്ടോ. എന്തിനുള്ള ഞരക്കം? പുത്രത്വം പ്രാപിക്കാനുള്ള ഞരക്കം, കർത്താവ് വരണമേ എന്നുള്ള ഞരക്കം ഉള്ളിൽ നിത്യജീവൻ ഉള്ളവർക്കേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഞരക്കം ഇല്ല. അതാണ് വേറൊരു ഇത്. ഉള്ളിൽ ഞരക്കം വരണമെങ്കിൽ ഉള്ളിൽ നിത്യജീവൻ വേണ്ടേ? ഉള്ളിൽ ജീവൻ വേണ്ടേ ഞരക്കം വേണമെങ്കിൽ? അല്ല, ഞരക്കം വേണം എന്ന് ഈ വ്യക്തിക്ക് 15 ദിവസത്തെ ക്ലാസ് കൊടുത്താൽ ഞരക്കം വരത്തില്ല. അകത്ത് നിത്യജീവൻ വന്നെങ്കിലേ ഞരക്കം ഉണ്ടാകത്തുള്ളൂ. അതാ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തുവാ? ഫോർ ദ അഡോപ്ഷൻ ഓഫ് സൺസ് ടു ബിക്കമിങ് ലൈക്ക് ഹിം കംപ്ലീറ്റ്ലി. അപ്പൊ ഇവിടെ ഈ മനുഷ്യന്റെ ജീവിതത്തെ പ്രാർത്ഥനയിലേക്ക് തന്നെ തള്ളിവിട്ടത് ദൈവത്തിന്റെ വചനമാണെങ്കിലും ആ പ്രാർത്ഥന നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ ആൻഡ് ഗോഡ്സ് വേ. ഒരു വിധത്തില് നെഹമ്യാവ്, സെരുബാബേല്, എസ്ര ഇവരൊക്കെ നടത്തിയ ഉണർവിന്റെ കാര്യം എന്താണെന്നറിയാമോ? യെരമ്യാവ് എഴുതിയ പ്രവചന പുസ്തകമാണ്. പുള്ളിയുടെ മിനിസ്ട്രി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത മിനിസ്ട്രിയാണെന്ന് ഭാഗ്യമായിട്ട് തോന്നും. എപ്പോഴും കരച്ചില്, എപ്പോഴും പീഡന, എപ്പോഴും വേദന. അതിന്റെ ഫലം കണ്ടോ? ദ നെക്സ്റ്റ് ജനറേഷൻ സീസ് ദ ഫ്രൂട്ട് ഓഫ് ഇറ്റ്. പ്രിയരെ, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ നമുക്ക് ഫലമില്ല എന്ന് തോന്നുമെങ്കിലും ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഡു ഹിസ് വണ്ടർഫുൾ വർക്ക്. സ്തോത്രം. ദാനിയേൽ എന്ന മനുഷ്യനെ പ്രാർത്ഥിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ആ പ്രവാചകൻ എഴുതിയ ദൈവത്തിന്റെ വചനമാണ്. അല്ലേ? നിന്റെ മിനിസ്ട്രി കൊണ്ട് ഒരു യൂസ് അല്ല എന്ന്, ഒരു പ്രയോജനമില്ല എന്ന് എന്നോട് ആരും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അതാ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ ഇന്ന് ജപ്പാനിലാണെങ്കിൽ നാളെ കൊറിയയില, പിന്നെ മറ്റന്നാൾ ഓസ്ട്രേലിയയില. അപ്പൊ എന്നോട് എന്താ പറയുന്നത് അറിയുമോ? പാസ്റ്റർ ഇങ്ങനെ ഷാർജയിൽ ഒതുങ്ങിക്കൂടിയാൽ മതിയോ? അപ്പൊ ഞാൻ എന്തോ ചിന്തിക്കണ്ട എന്ന് ഇവര് ചിന്തിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ മിനിസ്ട്രി കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് നോക്ക്, ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ അവിടെ, മറ്റന്നാൾ അവിടെ. സ്തോത്രം. നമുക്ക് ചിലപ്പോൾ ചിന്ത വരും, വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് പ്രീച്ചിങ്? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ടീച്ചിങ്? യെരമ്യാവിന്റെ ജീവിതത്തെ നോക്കിക്കേ. ദൈവം അനുസരിച്ചുള്ള വചനം താൻ പ്രസംഗിച്ചു, വിശ്വസ്തയോടെ പ്രസംഗിച്ചു. ഇവന്റ് അടുത്ത ആളെ കർത്താവ് എഴുന്നേൽപ്പിച്ചു പ്രാർത്ഥിക്കാൻ. ഡാനിയൽ വെന്റ്. അടുത്ത ആളെ എഴുന്നേൽപ്പിക്കുക നെഹമ്യാവും എസ്രയും സെരുബാബേലിന്റെ ഒക്കെ പ്രവൃത്തിയുടെ പിറകിൽ യെരമ്യാവിന്റെ വചന ശുശ്രൂഷ മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ദ പ്രെയർ ഓഫ് ഡാനിയലിന്റെ പ്രാർത്ഥനയും കൂടെയാണ്. അല്ലാതെ കോരേഷ് ചുമ്മാതൊന്നുമല്ല കേട്ടോ ഇത് ചെയ്തത്. there was a person who was praying behind it. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയും
കർത്താവ് മനസ്സ് തിരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം കൂടെയാണ്. വെൻ വി പ്രേ അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ഓക്കെ, അപ്പം ദൈവത്തിന്റെ വചനം തനിക്ക് എന്തായിരുന്നു? ഇറ്റ് വാസ്, ദൈവത്തിന്റെ വചനം തനിക്ക് സെർച്ച് ലൈറ്റ് ആയിരുന്നു. സ്വന്തം ഹൃദയത്തെ നോക്കി, അഗ്ലിനെസ് നോക്കി, ആത്മാവിൽ ദരിദ്രനായി പ്രാർത്ഥിക്കുകയാണ്, രട്ടിലും വെണ്ണിലും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈസ് ഹംബ്ലിംഗ് ഹിംസെൽഫ്, ഈസ് കൺഫെസിംഗ് ഹിസ് ഓൺ സിൻ. അപ്പോൾ തന്നെ എൻറ്റയർ എക്സൈൽ ലൈഫിൽ ദൈവത്തിന്റെ വചനം തനിക്കൊരു ഗൈഡിംഗ് പോസ്റ്റ് ആയിരുന്നു. പ്രിയരെ, ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് ദൈവത്തിന്റെ വചനമല്ലാതെ there is nothing to guide us forward. അടുത്തത്, ഇങ്ങനെ ദൈവവചനത്താൽ ഷേപ്പായ വ്യക്തി ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സെ കുറിച്ചും അറിയുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, the more we understand God through scriptures, is revealed will, കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തിയ ആ വെളിപ്പാട് നമുക്കത് വെളിപ്പാടായി മനസ്സിലാക്കി നാം അനുദിനം അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ജീവിതം തന്നെ മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Our prayer will also change. ഈ മനുഷ്യൻ ദൈവവചനത്തിൽ കൂടെ ദൈവത്തിന്റെ വിശ്വസ്തതയെ കാണുക. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ 9-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. 7-ാം വാക്യത്തിൽ വളരെ താൻ പറയുന്നുണ്ട്, റൈച്ചസ്നസ് ബിലോങ് ടു യു, അങ്ങയുടെ പക്കൽ നീതിയുണ്ട്. യു ആർ റൈറ്റ്, യു ആർ ഫെയ്ത്ത്ഫുൾ. ഇറ്റ് വാസ് വി ഹു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ. അങ്ങ് വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് തന്റെ എൻറ്റയർ പഠനത്തിൽ തനിക്ക് മനസ്സിലായ ഒരു ഘടകം. കേട്ടോ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഘടകം മാത്രമേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് എൻറ്റയർ തന്റെ സ്റ്റഡിയിൽ തനിക്ക് മനസ്സിലായ ആ ഒരു വിഷയം. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ അറ്റൻഷൻ ഒന്ന് കൊണ്ടുവരാം. ഈ 1-ാം അധ്യായത്തിൽ ചിലപ്പോൾ നമുക്ക് ഇവരുടെ ഈ ഫെയ്ത്ത്ഫുൾനെസ് ഒക്കെ നമ്മളിങ്ങനെ വായിച്ച്, ഏതാ ദാനിയേലിന്റെയും ബാക്കി 3 സഹോദരന്മാരുടെയൊക്കെ വിശ്വസ്തതയൊക്കെ നമ്മൾ വായിച്ചിട്ട് നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വിശ്വസ്തത മിസ് ചെയ്യും. But actually the point of chapter 1 is not to show faithfulness of Daniel. ഡാനിയലിന്റെയും ശദ്രക് മേശക് അബേദ്നെഗോയുടെ വിശ്വസ്തത കാണിക്കാൻ വേണ്ടി മാത്രമല്ല അത് എഴുതിയിരിക്കുന്നത്. To show us the faithfulness of God. ദൈവത്തിന്റെ വിശ്വസ്തത കാണിക്കുക. 2 കാര്യത്തിൽ അവിടെ നമുക്ക് ദൈവത്തിന്റെ വിശ്വസ്തത കാണാൻ കഴിയും. ഒന്നാമത്തെ, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ ജഡ്ജ്മെന്റ്. ദൈവത്തിന്റെ വിശ്വസ്തത, ന്യായവിധിയിൽ ദൈവത്തിന്റെ വിശ്വസ്തത. അത് അത്രയും കംഫർട്ടായിരിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ പറഞ്ഞ് പഠിക്കാനൊക്കെ നമ്മളത് വരുമ്പോൾ ഇറ്റ്സ് നോട്ട് എ കംഫർട്ടിംഗ് തിങ്. ദൈവത്തിന്റെ വിശ്വസ്തത ഇൻ ജഡ്ജ്മെന്റ്, യെസ്, ഇറ്റ്സ് നോട്ട് എ കംഫർട്ടിംഗ് തിങ്. 2, നമുക്ക് കംഫർട്ട് ആയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ മേഴ്സി. ദൈവത്തിന്റെ വിശ്വസ്തത അവർക്ക് കൊടുത്ത കൃപയിലും കരുണയിലും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥം പറഞ്ഞാൽ ഈ വിശ്വസ്തത അവർ ഗ്രഹിച്ചതുകൊണ്ടാണ് പ്രവാസ കാലത്തിൽ അവർക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ പറ്റിയത്. അല്ലാതെ നെബൂഖദ്നേസറിനോടുള്ള അവരിലുള്ള ഡിപ്പെൻഡൻസോ അല്ല ദാര്യാവേഷ് വന്നു, അപ്പൊ ദാര്യാവേഷ് ഇനി പുള്ളിയെക്കാട്ട് നല്ലപോലെ എന്തെങ്കിലും ചെയ്യും എന്നൊന്നും അല്ലായിരുന്നു അവരുടെ പ്രത്യാശ. ദേ ലുക്ക്ഡ് അപ്പോൺ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശ്വസ്തത കാണുവാനിടയായി. ഒന്നാമത്തെ പാഠം നമുക്ക് അല്പമായി ഒന്ന് ധ്യാനിച്ചു പോകാം. ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ ജഡ്ജ്മെന്റ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് ധ്യാനിച്ചപ്പം ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യഹൂദ രാജാവായ യെഹോവാക്കിമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. അപ്പൊ പ്രത്യക്ഷമായി നോക്കുമ്പോൾ ആരാ വന്ന്? നെബൂഖദ്നേസർ വന്നു. താനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ 2-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ, കർത്താവ് യഹൂദ രാജാവായ യഹോവയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിന്റെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ ഏൽപ്പിച്ചതാരാ? ഇറ്റ് ഈസ് ഗോഡ്. പ്രത്യക്ഷമായി നോക്കുമ്പോൾ നെബൂഖദ്നേസർ വന്നു ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും, ശത്രു വന്നു ഇതൊക്കെ ചെയ്തു. പക്ഷേ ദാനിയേൽ ഇത് എഴുതുമ്പോൾ പറയുകയാണ്, there is a hand of the Lord behind this. ദൈവത്തിന്റെ കരം ഇതിന്റെ പിന്നിലുണ്ട്.
എന്താ ദൈവത്തിന്റെ കരം ഇങ്ങനെ പ്രതികൂലമായി ഇവരുടെ ജീവിതത്തിൽ വന്നത്? വായ് ലേവ്യ പുസ്തകത്തിന്റെ 26 അധ്യായം, അതിനെ ഒന്നൊരു ഡിവിഷൻ ഞാൻ ഒന്ന് തന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. ലേവ്യ പുസ്തകം 26 അധ്യായം അതിന്റെ 3 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ ഫേവർ ആൻഡ് ബ്ലെസ്സിങ്, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ ആ ഉടമ്പടിയെ അനുസരിച്ച്, വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കുന്ന ഫേവർ ആൻഡ് ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ 24 അധ്യായം അതിന്റെ അതേ അധ്യായത്തിന്റെ 14 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങളിൽ ദ വ്രാത്ത് ഓഫ് ഗോഡ്, ദ കേഴ്സ് ഓഫ് ഗോഡ്, അത് അനുസരിക്കാത്ത, ഉടമ്പടിയിൽ നിൽക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വ്രാത്ത്, ദൈവത്തിന്റെ ശാപങ്ങൾ, ദ കേഴ്സസ് എന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ തന്നെ 26-ന്റെ 33-ഉം 39-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അനുസരിക്കാത്തവരെ ഗോഡ് വിൽ ഡിസ്പേഴ്സ് ദം, ഗോഡ് വിൽ സ്കാറ്റർ ദം എന്നുള്ള കാര്യം കൂടെ ആ 26-ാം അധ്യായത്തിൽ നമുക്ക് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു കവനന്റൽ കേഴ്സ് ആണ്, ഉടമ്പടിയെ ലംഘിച്ചതിന്റെ കോൺസിക്വൻസ് ആണ്. അതുകൊണ്ടാണ് ദൈവം ഇവരെ ഇങ്ങനെ ഏൽപ്പിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്. എന്നാല് ദാനിയേലിന്റെ കൂട്ടുകാർക്കും ഇങ്ങനെ ഒരു എക്സൈൽ വരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാസത്തിലേക്ക് അവരെ ഡ്രാഗ് ചെയ്തത് ലേവ്യ പുസ്തകത്തിലുള്ള കവനന്റൽ കേഴ്സസ് മാത്രമല്ല, അതിന് വേറൊരു കാരണം കൂടെ. അതായത് ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാനത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അവിടെ നമുക്ക് കാണാൻ കഴിയും, ബാബിലോണിലെ ചിലര് വന്ന് യെസ്കിയാവ് രാജാവിന്റെ അടുക്കൽ വരുമ്പോൾ ഈ യെസ്കിയാവ് അവരെ കൊണ്ടുപോയിട്ട് തനിക്കുള്ള ട്രഷേഴ്സും എല്ലാം കാണിക്കുന്നുണ്ട്. 2 Kings chapter 20 verses 13, 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാ റിസീവ് ചെയ്തിട്ട് അവരെല്ലാം കൊണ്ട് കാണിക്കുക. പക്ഷേ ഗോഡ് വാസ് അപ്സെറ്റ് വിത്ത് ദിസ്. കർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, അതെന്ത് പറ്റി? ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കർത്താവിന് എന്താ ഇതിന് ഇഷ്ടക്കേട്? വായ് ഇവരെ റിസീവ് ചെയ്ത്, ഇപ്പൊ ഇവര് ഗിഫ്റ്റുമായിട്ടൊക്കെ വന്നത്, കാരണം പുള്ളി ഇങ്ങനെ വയ്യാതെ കിടന്നും മരിക്കാറായ സമയത്ത് കർത്താവ് തനിക്ക് സൗഖ്യം കൊടുത്തപ്പോൾ അതിന് ചിലപ്പോൾ ഇവര് വന്ന് കൊടുത്തൊരു ഗിഫ്റ്റായിട്ട്, അയ്യോ നിങ്ങളെ ഇത്ര ദീർഘകാലം നിർത്തിയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഫ്ലവർ ബൊക്കെയൊക്കെ ആയിട്ട് ഗിഫ്റ്റുമായിട്ടൊക്കെ വന്നത്. പക്ഷെ അന്നത്തെ രാജാക്കന്മാർ ചുമ്മാ വെറുതെ ഗിഫ്റ്റ് കൊടുക്കത്തില്ല, അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ബാബിലോണിന്റെ മുമ്പിൽ ഒരു രാജ്യം, അസീറിയ രാജ്യം ഒരു പ്രോബ്ലം ആയിട്ടിരിക്കുക. അതിന് ആരുടെ സഹായം വേണം? ഹിസ്കിയാവിന്റെ സഹായം വേണം. അതിനു വേണ്ടി ഗിഫ്റ്റും കൊണ്ട് ഹിസ്കിയാവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഹിസ്കിയാവ് ഉടനെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഹിസ്കിയാവ് ഇവരെ എല്ലാം ഈ ട്രഷേഴ്സ് എല്ലാം കാണിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുക്കുക, നോക്കിക്കേ നിങ്ങൾ കറക്റ്റ് അടുത്താ വന്നത്, നിങ്ങളെ സഹായിക്കാൻ സമർത്ഥനായിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ഇതൊക്കെ നോക്കിക്കേ, എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ട്രഷേഴ്സ് ഒക്കെ നോക്കിക്കേ, ഐ ഹാവ് ദ റിസോഴ്സസ് ടു ഹെൽപ്പ് യു ഔട്ട്. നിങ്ങളെ സഹായിക്കാനുള്ള റിസോഴ്സസ് എന്റെ കയ്യിലുണ്ട്. ഇത് ഇത് കണ്ടിട്ട് ദൈവത്തിന് അപ്സെറ്റ് ആയിപ്പോയി. വൈ? ബിക്കോസ് ഇതിന് തൊട്ട് മുമ്പുള്ള അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ദൈവം അത്ഭുതകരമായി ഇസ്രായേലിനെ ദൈവത്തിന്റെ ശക്തിയാൽ വിടുവിക്കുന്ന കഥ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അടുത്ത അധ്യായത്തിൽ കാണുന്നത് ഈ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം പൊളിറ്റിക്കലായിരിക്കുന്ന കാര്യങ്ങളിൽ ആശ്രയിച്ച് കാര്യങ്ങൾ സ്വന്തം ബലത്തിൽ ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അതാരെങ്കിലും ഒന്ന് വായിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-18. നീ ജനിപ്പിച്ചവരായി നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ഡന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ഈ പുള്ളി
വലിയ കാര്യത്തോടെ ബാബേലിന്റെ ട്രഷർ കാണിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ഇമാര് ഒരു ദിവസം കൊണ്ടുവന്നു. ഇത് മാത്രമല്ല കൊണ്ടുപോകാൻ പോകുന്നത്, നിന്റെ ചില മക്കളെയും ഇവരെന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് അവിടെ സീരിയസ്. നമ്മൾ ഇതിന്റെ കോൺസിക്വൻസ് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയം കുറവ് എന്നുള്ളത് വലിയ പാപമായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവത്തിനെ വിട്ടിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റേജ് നോക്കുമ്പോ ആ പാർട്ടി പുറത്തു വന്നുണ്ട്, ഇവർ അപ്പൊ നമ്മൾ ഇതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ഇതിന്റെ ആവശ്യമുണ്ട് ബ്രദറെ. അവരെയും വിളിക്കുന്നു, ഇവരും വിളിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ചില പാർട്ടി പുറത്തുകാർ വന്നിട്ട് നമ്മുടെ പ്രാസംഗികന്മാരായിട്ട് നല്ലതുപോലെ പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ വേറൊരാളുടെ പ്രസംഗം കേട്ടിട്ട് എന്തോ നല്ലപോലെ പ്രസംഗിച്ചേ, അത് കഴിഞ്ഞിട്ടുള്ള പ്രസംഗം വേറൊരു ഓണൊക്കെ പ്രസംഗം. പക്ഷെ അതിനു മുമ്പുള്ള പാർട്ടി പ്രസംഗം പുള്ളി ആരോ പഠിപ്പിച്ചു വിട്ടതാണെങ്കിലും പുള്ളി അത് പ്രസംഗിച്ചല്ലോ. ഇങ്ങനൊക്കെ ഉള്ളവരെ ദൈവം ചിലപ്പോൾ വിടുന്നത് നമ്മളെ നാണിപ്പിക്കാനും കൂടെയാ. ദൈവത്തെ അറിയാത്ത ഇവൻ വന്നിട്ട് നോക്ക്, വ്യാഖ്യാനിക്ക് നോക്ക്, ഇതെല്ലാം ജനിച്ചും പഠിച്ചും ഒക്കെ ഇരിക്കുന്നത് എനിക്കത് പറ്റുന്നില്ല എന്നുള്ളത് ദൈവം നമ്മളെ ഷെയിം ചെയ്യിപ്പിക്കുക. അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പൊ വി ആർ ട്രസ്റ്റിംഗ് ഇൻ മെനി അതർ തിങ്സ്. ഇപ്പൊ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ കരിയർ, അയ്യോ നല്ലൊരു ജോലി കിട്ടുന്നത് എന്താ തെറ്റ്? നല്ലൊരു പഠിത്തം, അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്നത് എന്താ തെറ്റ്? We are putting the trust in career, not in God. We are putting our trust in politics. പൊളിറ്റിക്കിലേക്ക് നമ്മുടെ ട്രസ്റ്റ് വെക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കരിയറിന് വേണ്ടി. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു പോവുകയല്ല, പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതിനു വേണ്ടി. നമ്മുടെ തല അതിനു വേണ്ടി അങ്ങ് വെക്കുക. വി ആർ തിങ്കിങ് ഓൾ അബൌട്ട് ദാറ്റ്. പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും അതിനു വേണ്ടി മാത്രമാണ്. We are not trusting God. പ്രിയരെ, ഇങ്ങനെ നമ്മുടെ ട്രസ്റ്റ് ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് വരുന്ന അപകടം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എന്തോ വരുന്ന അപകടം എന്ന് പറയട്ടെ. ഇറ്റ് ഈസ് വെരി വെരി കോസ്റ്റ്ലി കോൺസിക്വൻസ്. എന്തോ അപകടം എന്ന് പറഞ്ഞാൽ, വി ഹാവ് ലോസ്റ്റ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് സ്പിരിച്വൽ വോയിസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വ്യത്യസ്തമായി ഉപ്പും വെളിച്ചവുമായി നിൽക്കേണ്ട, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട സഭ ഇപ്പം ഡിസ്റ്റിങ്ക്റ്റീവേ അല്ല. വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. അപ്പൊ ഇവിടെ ഡാനിയൽ വായിക്കുമ്പോൾ, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, പണ്ട് അപ്പച്ചൻ ചെയ്ത കാര്യം ഇതെല്ലാം കൊണ്ട് കാണിച്ചതിന്റെ ഫലമായി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട്, he understood I should be a distinct voice in this exile. ഈ പ്രവാസത്തിൽ ഞാൻ ഒരു ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ആയി നിൽക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു വന്നിട്ട് പറയണം, കർത്താവേ, ഈ തലമുറയിൽ എന്നെ ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ആക്കി അവിടെ നിർത്തുമാറാകണമേ. എന്റെ തലമുറയെ ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ആക്കി, ഒരു വ്യത്യസ്തനാക്കി അവിടെ നിന്ന് തീർക്കണേ കർത്താവേ. പലവിധമായിരിക്കുന്ന ശബ്ദങ്ങളുടെ ഇടയ്ക്ക്, പണ്ട് 25 വർഷം അല്ല 20 വർഷം, എനിക്ക് പറയാൻ അറിയത്തില്ല എത്ര വർഷം മുമ്പാണ് നമ്മൾ പറയുമായിരുന്നു നമുക്ക് ജാതികളെക്കാൾ വ്യത്യസ്തമായിരിക്കണമെന്ന്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് പെന്തക്കോസുകാരേക്കാൾ വ്യത്യസ്തമായിരിക്കണമെന്നാണ് നമുക്കിപ്പോ പറയേണ്ടത് വരുന്നത്. ആ ഗതികേടായിപ്പോയി. We have to be distinct among many other Pentecostals. അതിന് NLAGയെ വളരെ ശക്തമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അവിടെ കടന്നു വരുന്നവർക്ക് എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? We are distinct among many Pentecostals. നമ്മുടെ എംഫസിസ് എന്താണ്? What we are emphasizing? സ്തോത്രം. നമുക്ക് ലഭിച്ച വെളിപ്പാട്, ആ ലഭിച്ച കൃപയെ ഒരു നിമിഷം ദൈവമക്കളൊന്ന് ചിന്തിച്ചേ. Just think about it, brothers and sisters. What a privilege we have. എന്ത് വലിയ പദവിയാണ് അവിടെയുള്ള ദൈവമക്കൾക്ക് ലഭിച്ചത്. ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ആയിട്ട് ആ കേരളക്കരയിൽ നിൽക്കുവാൻ, ആ സഭയിൽ ഒരു മെമ്പറായി, ഒരു അംഗത്വമുള്ള ഒരു സഭ, ആ സഭയിലായിരിക്കുന്നത് എന്തോ ഭാഗ്യമാണ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് പ്രിയരെ? ഞാൻ പലപ്പോഴും ഈ യൂട്യൂബിലൊക്കെ ലൈവ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങൾ എല്ലാവരും എന്തോ ഭാഗ്യമുള്ളവരാ. I really wish to be there. Many people in my church,
Many people whom I know personally, they say that ഞങ്ങൾ നാട്ടിൽ പോയാൽ കടപ്പുറയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടെയുള്ള എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? വി ആർ ഡിസ്റ്റിങ്ക്ട്. സ്തോത്രം. എന്നാലേ ഈ ലൈവൊക്കെ കാണുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവിടുത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നിങ്ങൾ മനസ്സിലാകുന്നതുകൊണ്ട് ഉള്ളവരായിരിക്കാം, പക്ഷെ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. ഇതെല്ലാം വെളിയിൽ കാണുന്ന ഒരു കൂട്ടം ശേഷിപ്പുണ്ട്. ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് വോയിസ് ഓഫ് ദിസ് ചർച്ച്. ഈ തലമുറയിൽ കർത്താവെ അങ്ങനെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഡാനിയൽ വാസ് ഡിസ്റ്റിങ്ക്ട് സ്പിരിച്വൽ വോയിസ്. ജോസഫ് വാസ് ലൈക്ക് ദാറ്റ്. ജോസഫിനെ നോക്കി അന്നത്തെ രാജാവ് പറഞ്ഞു, ഇതുപോലൊരു പുരുഷൻ, ആത്മാവുള്ള ഒരു പുരുഷൻ എവിടെങ്കിലും ഉണ്ടോ? നമ്മുടെ രാജ്യത്തിൽ എവിടെങ്കിലും ഉണ്ടോ? ഹി വാസ് ഡിസ്റ്റിങ്ക്ട് ഇൻ ഹിസ് ജനറേഷൻ. Paul was distinct in his generation. Daniel was distinct spiritual voice in his generation. അങ്ങനെ എന്നെ തീർക്കണേ, അങ്ങനെ ഞങ്ങളെ തീർക്കണമേ കർത്താവെ. അല്പം കൂടെ ആഴമായി, അധികം ഇതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. we should not be satisfied with this. Lord, increase us. ഞങ്ങളെ അവിടുന്ന് വളർത്തുമാറാകണമേ. ബ്രിങ് us more closer to you എന്ന് നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. എസക്കിയാവ് ഇതെല്ലാം കാണിച്ചിട്ട് തന്റെ ജീവനെയും തന്റെ രാജ്യത്തെയൊക്കെ രക്ഷിക്കാനാണ് നോക്കിയത്. പക്ഷെ രക്ഷിക്കാൻ നോക്കിയവന്റെ കയ്യിൽ നിന്ന് പോയി. അതാ കർത്താവ് പറഞ്ഞത്, സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ എന്ത് ചെയ്യും? കളയും. എന്നാൽ സ്വന്തം ജീവനെ പകയ്ക്കുന്ന, ട്രസ്റ്റിംഗ് ഓൺലി ഇൻ ഗോഡ്, ഹാവിംഗ് കോൺഫിഡൻസ് ഓൺലി ഇൻ ഗോഡ്, എന്തോ വന്നെന്ന് പറഞ്ഞാലും ഐ ട്രസ്റ്റ് ഓൺലി, ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു ഹിം എന്ന് വിശ്വസിക്കുകയും അതിൽ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവൻ അത് നിത്യജീവനായി സൂക്ഷിച്ചുകൊള്ളും. ഹല്ലേലൂയ. സോ ബാബിലോൺകാർ വന്ന് കൊണ്ടുപോയതിന് കാരണമുണ്ട് അല്ലേ? ഇവരിവിടെ വരാനുള്ള കാരണമുണ്ട്. ഇറ്റ് ഈസ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ജഡ്ജ്മെന്റ്. അടുത്തത് രണ്ടാമത്തെ വിഷയം, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ മേഴ്സി. നാലാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 4ഉം 5ഉം. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചേറ്റു പറഞ്ഞതെന്നാൽ തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:4-5. അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യമായവരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും ഏൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജധാനിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അടുത്തത് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ മേഴ്സി. കർത്താവ് അവരോട് കരുണ തോന്നുകയാണ്. ആ കർത്താവിന്റെ വിശ്വസ്തതയെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബൈ ഷോയിങ് മേഴ്സി ടു ദം. ഒരു കാര്യം ശ്രദ്ധിച്ചോ പ്രിയരെ, ഇവര് പ്രവാസത്തിലാണെങ്കിലും ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം അവരുടെ കൂടെ ഉണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പഠിച്ചു നോക്കിക്കേ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിച്ചു നോക്കിക്കേ. ഗോഡ് ഇസ് വിത്ത് ദി എക്സൈൽസ്. ദൈവത്തെ ആരും പുറത്താക്കിയതല്ല. ദൈവം സ്വയമേ അവിടുന്ന് വന്നു, വെളി വന്നു. എന്നിട്ട് വസിക്കുന്നത് ആരുടെ കൂടെ? എക്സൈൽസിന്റെ കൂടെ, പ്രവാസത്തിലേക്ക് കടന്നുപോയവരുടെ കൂടെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. അവരോട് സംസാരിക്കുകയാണ്. കർത്താവിന്റെ വചനം അവരോട് ഇടപെടുകയാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ആ വിശ്വസ്തതയെ നമുക്ക് കാണാൻ കഴിയും. ഇൻ ഹിസ് മേഴ്സി, അവരോട് കരുണ തോന്നുന്നു. അപ്പൊ ഇവിടെ എന്താ ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഈ അസീറിയക്കാരെ പോലല്ല. അസീറിയക്കാർ ചെയ്യുന്നു പറഞ്ഞാല് അവര് ചിലരെ കൊണ്ടുപോയി എന്നിട്ട് അസീറി എന്ന് ചിലരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നങ്ങ് മിക്സ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഈ മിക്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇവര് ഗ്രൂപ്പായിട്ട് ഇവരെതിരെ വരുത്തില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവരെ മിക്സ് ചെയ്തു. പക്ഷെ നെബുക്കദ്നേസർ ബാബിലോൺകാർ ചെയ്തത് അങ്ങനെ മിക്സിംഗ് അല്ല ചെയ്തത്. ബാബിലോൺകാർ ചെയ്തത് നല്ല മിടുക്കന്മാരെ അങ്ങ് കൊണ്ടുപോയി. മിടുക്കന്മാരെ കൊണ്ടുപോയിട്ട് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാല് ഈ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ നേരത്തെ ഉള്ളതെല്ലാം കൂടെ ഫോർമാറ്റ് ചെയ്തിട്ട് പുതിയത് ഇടുക. ഇതാ ഇവരുടെ പ്ലാൻ. എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ നിന്നും
നാവിൽ നിന്നും യഹോവയായ ദൈവത്തിന്റെ വിശ്വസ്തതയും വചനവും സ്നേഹവും കരുതലും പരമാധികാരിയും എല്ലാം ഇവരുടെ നാവിൽ നിന്നും മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറ്റിയിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്യണം. അകത്ത് റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ട് ഇവർ പിന്നെ യഹോവയിലല്ലായിരിക്കണം ആശ്രയിക്കുന്നത്, ഇവരുടെ പുതിയ യജമാനനായ നെബൂഖദ്നേസറിലേക്ക് മുഴുവനും ആശ്രയം വരണം. അതാണ് റീപ്രോഗ്രാമിംഗ്. ദൈവവചനം പഠിക്കുന്നവരാ നിങ്ങൾ. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി, ഇതാണ് ഇപ്പോഴും പിശാച് ചെയ്യുന്നത്, റീപ്രോഗ്രാമിംഗ്. നിങ്ങൾ റീസെറ്റ് ചെയ്യുക. എങ്ങനെയും ക്രിസ്തുവിന്റെ ആ ഏകാഗ്രതയിൽ നിന്ന്, ഭക്തിയിൽ നിന്ന്, വിശ്വസ്തതയിൽ നിന്ന് നമ്മളെ എങ്ങനെയും മാറ്റുക. അതിലൊന്നും ഉൾപ്പെടുന്നതാണ് ഈ കരിയർ എന്ന് പറയുന്ന വിഷയം. അതിന്റെ ഗൗരവം കർത്താവിന്റെ ദാസൻ പറയുമ്പോൾ ഞാനത് ചിന്തിക്കുക. വായ്, എന്തുകൊണ്ട് ആ ഫോക്കസ് അവിടെ കൊടുക്കുന്നത്? ബിക്കോസ് ആ ലോകം കയറുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉന്ന സ്ഥാനം പിടിക്കാൻ വേണ്ടി പിടിക്കുന്ന ഒരു സംഭവമാണ് കരിയർ. എനിക്ക് വലിയൊരു സംഭവമാകണം, ഞാൻ ഒരാളാകണം എന്ന് പിടിക്കുന്ന സംഭവമാണ് കരിയർ. ആ കരിയറിനെ ഫോക്കസ് ചെയ്തുള്ള ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിൽ നിന്ന് മാറി മൊത്തം റീപ്രോഗ്രാമിംഗ് ആകുക. റീപ്രോഗ്രാമിംഗ്. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത നോക്കണം. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഈ ദാനിയേലും ബാക്കി 3 സഹോദരന്മാരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവര് വിശ്വസ്തരായി നിൽക്കാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ്. അല്ലാതെ അവരുടെ പ്രാർത്ഥനയോ അവരുടെ വചനത്തിന്റെ നോളജോ ഇതൊന്നുമല്ല. ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം ഞാൻ പറയാം. പിശാച് റീപ്രോഗ്രാമിംഗ് കൊണ്ട് വരുമ്പോൾ ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രിസർവ് ചെയ്യുവാൻ, കാത്തു സൂക്ഷിക്കാൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. അത് എക്സൈൽ ആയിരുന്നാലും, നെബൂഖദ്നേസർ രാജാവായിരുന്നാലും, എത്ര വലിയ ടെംപ്റ്റേഷൻ ആയിരുന്നു പറഞ്ഞാലും, ഗോഡ് ഈസ് ഏബിൾ ടു കീപ് ഹിസ് ചിൽഡ്രൻ. ദൈവം ശക്തനാണ്. ക്യാൻ വി ട്രസ്റ്റ് ഇൻ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്? ദൈവത്തിന്റെ വിശ്വസ്തതയൊക്കെ നമുക്കൊന്ന് ആശ്രയിക്കാമോ? എന്റെ പ്രാർത്ഥനയുടെ മിടുക്കല്ല, എന്റെ പ്രസംഗത്തിന്റെ വൈഭവമല്ല, എന്റെ ഒന്നുമല്ല. ഇറ്റ് ഇസ് പ്യൂർലി ഗോഡ്സ് ഗ്രേസ്, ഇറ്റ് ഇസ് പ്യൂർലി ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് മേഡ് ഡാനിയൽ ആൻഡ് ശദ്രക് മേശക് അബേദ്നെഗോ ടു ബി ഫെയ്ത്ത്ഫുൾ. അപ്പം ഈ റീപ്രോഗ്രാമിംഗിന്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് പേര് മാറ്റൽ. അവിടുന്ന് റൂട്ടായിട്ടാണ് തുടങ്ങുന്നത്. പേര് മാറുക, പിന്നെ അവരുടെ ലിറ്ററേച്ചർ, പഠിത്തം, എഡ്യൂക്കേഷൻ മാറ്റുക, പിന്നെ ആഹാരവും മാറ്റുക. ഈ ആഹാരം മാറ്റുന്ന സമയത്ത് ഈ നമുക്ക് കാണാൻ കഴിയും, അവര് ചുമ്മാ ഉണക്ക ചപ്പാത്തി തരാമെന്നല്ല പറഞ്ഞേ. എന്തോ തരാമെന്ന് പറഞ്ഞേ? മലയാളത്തിലൊന്ന് വായിച്ചോ അത്. വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തെ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധിപ്പെടുത്താൻ ഇടവരുത്തത്. സൂപ്പർ ഫുഡ് അല്ലേ? പിശാച് ഇതുപോലെ തന്ത്രം ചെയ്യുന്നു. ഒന്ന്, നമ്മളെ അറ്റാക്ക് ചെയ്യും. 2, ചിലപ്പോൾ അറ്റാക്ക് ചെയ്യത്തില്ല. ഇതുപോലുള്ള കംഫർട്ട് ആയിരിക്കുന്ന, ടേസ്റ്റ് ആയിരിക്കുന്ന ഫുഡും കൊണ്ട് വരും റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ. ഇന്ത്യയിലെ ഒരു സൈഡില് വലിയ പ്രതികൂലമുണ്ട്. പ്രതികൂലത്തിലൂടെ സഭ കടന്നു പോവുകയാണ്. എന്നാൽ മറ്റേ വശം നോക്കുമ്പോൾ പ്രതികൂലമില്ല. പക്ഷെ എന്തോ ഉള്ളത്? ലോകത്തിലുള്ളത് കണ്ടിട്ട് ലോകത്തിനെ സ്നേഹിച്ച് ലോകക്കാരെ പോലെ ആകുക. ലോകത്തിന്റെ ഡെലിക്കസീസ്, ലോകത്തിൽ കാണുന്ന കണ്ണിനെ ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ അത് കണ്ട് കേട്ട് ആൾക്കാർ അതിലേക്ക് വിഴുങ്ങിപ്പോയി. അപ്പൊ രാജാവിന്റെ ആ ഭോജനവും വീഞ്ഞും ഇതെല്ലാം ഒരു റീപ്രോഗ്രാമിംഗ് പ്രൊജക്റ്റാണ്. ഇവരെ എങ്ങനെയെങ്കിലും റീപ്രോഗ്രാം ചെയ്യണം.
അപ്പൊ ഇവര് പറയുന്നത് എന്താ അറിയാമോ, ഞങ്ങൾക്ക് രാജാവിന്റെ വീഞ്ഞും വേണ്ട, ഭക്ഷണവും വേണ്ട. അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വ്യാഖ്യാനം, അത് ഞാൻ തെറ്റാണെന്നല്ല പറഞ്ഞത്, അതിരിക്കട്ടെ. കൊണ്ടുവരുന്ന ആഹാരവും ഇതൊക്കെ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചതായിരിക്കുന്നതുകൊണ്ടായിരിക്കണം തന്നെത്താൻ എന്ത് ചെയ്യാൻ അവർ തീരുമാനിച്ച് വി ഡോണ്ട് വാണ്ട് ടു ഡിഫൈൽ അവർ സെൽഫ്. അതിരിക്കട്ടെ, അത് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടതില്ല. അപ്പോൾ തന്നെ ഈ ഇവര് പറഞ്ഞത് എന്തുവാ, ഞങ്ങൾ വെജിറ്റബിൾ കഴിക്കാം, വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ ചെയ്യാം. നാച്ചുറൽ ആയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജാവ് കൊണ്ടുവരുന്ന വീഞ്ഞും ഇതും കൂടെ കഴിക്കുമ്പോൾ എന്തോ അറിയാമോ, നാളെയും കിട്ടാൻ വേണ്ടി ആരിൽ ഡിപ്പെൻഡ് ആകും? ഡിപ്പെൻഡന്റ് ഓൺ നെബുക്കദ്നേസർ. അപ്പം ദാനിയേൽ പറഞ്ഞു, വി വാണ്ട് ടു ഡിപ്പെൻഡ് ഓൺലി ഓൺ ഗോഡ്. അവർ ഗോഡ് ഇസ് ഫെയ്ത്ത്ഫുൾ ടു ഡു ദാറ്റ്. വി വിൽ ഡിപ്പെൻഡ് ഓൺ ഗോഡ്. അല്ലാതെ നാളെ പുള്ളി വീഞ്ഞ് തന്നില്ലെങ്കിൽ എന്ത് പറ്റും? നാളെ പുള്ളി നല്ല മീറ്റ് തന്നില്ലെങ്കിൽ എന്താ പറ്റും? പ്രാർത്ഥന ജീവിതം അങ്ങ് പോവും, പിന്നെ ദൈവജന പഠനം ഒക്കെ പോവും. അയ്യോ, ഞങ്ങള് നെബൂഖദ്നേസർ തരുമെന്ന് ആശ്രയിച്ചൊക്കെ ഇരുന്നതാ, പക്ഷെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുക, നോ, വി വിൽ ട്രസ്റ്റ് ഓൺലി ഇൻ ഗോഡ്. അപ്പൊ പ്രിയരെ, പിശാച് ഇതുപോലുള്ള ഡെലിക്കസീസുമായിട്ട് വരും. ഈച്ച കൂടുതൽ കയറിയിരിക്കുന്ന എവിടെ? വിനാഗിരിയിലാണോ അതോ ഹണിയിലാണോ? വിനാഗിരിയിൽ ഈച്ച ഇരിക്കത്തില്ല. എപ്പോഴും ഡെലിക്കസീസ് കാണിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അസിമുലേറ്റ് ആയി പോകുന്നത്, നമ്മൾ അതിൽ ചേർന്നങ്ങ് പോകും. പക്ഷെ അറിയത്തില്ല, അതാണ്. അതിലാണ് ദൈവത്തിന്റെ വചനം സമയാസമയങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ബോധ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ലോകത്തിന്റെ വേൾഡ് വ്യൂ ഒക്കെ നമുക്കത് ഗ്രഹിക്കുമ്പോൾ അയ്യോ അത് പോഷത്വമാണെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ ഈ റീപ്രോഗ്രാമിംഗിന്റെ ഒരു ഭാഗമാണ്. പിശാച് യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോഴും അങ്ങനെയല്ലേ ചെയ്തത്? മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ ആദ്യത്തെ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ വളരെ ശക്തമായി ഹെരോദാവ് രാജാവ് കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ വേണ്ടി അറ്റാക്കിംഗ്, യേശുവിനെ കൊന്നുകളയാൻ വേണ്ടി മാത്രമാണ് താൻ ഒരുങ്ങിയത്, അറ്റാക്കിംഗ് മൂഡ്. പക്ഷെ 4-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ ഡെലിക്കസീസ് ആയിട്ട് കൊണ്ടുവരുന്നത്. കല്ലിനെ അപ്പോക്ക് ഇതെല്ലാം അങ്ങ് തരാം, ഇതൊന്ന് വീണാ മതി. അപ്പം ആദ്യത്തേതിൽ ചിലപ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ഈ ഡെലിക്കസീസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏതാ കല്ലപ്പമാകാൻ പറയുന്നതും എടുത്ത് ചാടാൻ പറയുന്നതും പിന്നെ ഏതാ ഈ കാണുന്നതെല്ലാം അങ്ങ് തരാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതങ്ങ് പ്രാർത്ഥിച്ച് വിജയമെടുത്ത് അതിലേക്ക് അങ്ങ് പോകും അല്ലേ? പ്രാർത്ഥിച്ച് വിജയം പ്രാപിച്ച് നമ്മൾ അതിലേക്ക് അങ്ങ് ഏകീഭവിക്കും. ഇവിടെ നോക്കിക്കേ, ഇത് ദൈവത്തിന്റെ വചനം മാത്രമേ നമുക്ക് ഈ ഡിസേൺമെന്റ് നൽകത്തുള്ളൂ. വരുന്ന അറ്റാക്ക് പൈശാചികമാണ്. അപ്പോൾ തന്നെ ഈ ഡെലിക്കസീസ് കൊണ്ടുവരുന്നതും അത് ഇതിലേക്ക് ആശ്രയിക്കാൻ വേണ്ടിയാണെന്ന് ദാനിയേൽ മനസ്സിലാക്കിയിട്ട് പറയുക, ഐ വിൽ നോട്ട് ഡിഫൈൽ മൈ സെൽഫ്. എന്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറ്റിയിട്ട് നെബൂഖദ്നേസറിലേക്ക് ഞാൻ വെക്കത്തില്ല. എന്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറ്റിയിട്ട് കരിയറിലേക്ക് വെക്കത്തില്ല. എന്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ ലോകത്തിലുള്ള വസ്തുവോ ഈ ലോകത്തിലുള്ള വണ്ടിയോ വീടോ എഡ്യൂക്കേഷനിലേക്കോ ഒന്നും വെക്കത്തില്ല. അങ്ങനെ നാം ഡിഫൈൽ ആകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഡിഫൈൽ എന്ന് പറഞ്ഞാൽ എന്തോ, TV കാണത്തില്ല, മൂവി കാണത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, വെള്ളം അടിക്കത്തില്ല, പിന്നെന്തുവാ, നമുക്ക് കുറെ ഒരു 15-25 ലിസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും ചെയ്യാത്തതാ ഡിഫൈൽ. പക്ഷെ ഈ ഒരു കാര്യം മറന്നുപോയി, when we are trusting any other thing rather than God, we are defiling ourselves. റീപ്രോഗ്രാം ചെയ്ത് കളഞ്ഞു പിശാച് പലരിനെയും, അസിമുലേറ്റ് ചെയ്ത് കളഞ്ഞു, ഏകീഭവിച്ച് കളഞ്ഞു. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണേ പ്രിയരെ, പിശാചിന്റെ അന്നത്തെയും ഇന്നത്തെയും എപ്പോഴും താല്പര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന്റെ ഏകാഗ്രത ഇല്ലാതാക്കണം. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഇല്ലാതാക്കണമെന്നല്ല പിശാചിന്റെ ആഗ്രഹം. നമുക്കുള്ള വണ്ടി ഇല്ലാതാക്കണമെന്നൊന്നുമല്ല പിശാചിന്റെ ആഗ്രഹം. പിശാചിന്റെ ആഗ്രഹം നമ്മുടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ആ പരമാർത്ഥമായിരിക്കുന്ന സിൻസിയർ ഫെയ്ത്തിനെ, സേവിങ് ഫെയ്ത്തിനെ എങ്ങനെയും ഇല്ലാതെയാക്കണം. ആൻഡ് ടു ഇൻസ്റ്റിൽ, റീപ്രോഗ്രാം ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ നെബൂഖദ്നേസർ. നെബൂഖദ്നേസറിലേക്ക് പൂർണ്ണ ഡിപ്പെൻഡൻസ് കൊണ്ടുവെക്കണം. കാരണം എന്തുവാ, നെബൂഖദ്നേസർ നല്ല കാര്യമില്ലേ നൽകുന്നത്? ഗുഡ് തിങ്സ് ഓഫ് ലൈഫ്.
പിശാച് ഇപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരെങ്ങനെയാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്തത്? അത് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഞാനിവിടെ നിർത്താം. എങ്ങനെയാണ് ഇവർ റെസിസ്റ്റ് ചെയ്തത്? ഇവർ റെസിസ്റ്റ് ചെയ്തത് ഞങ്ങളൊന്ന് തിരിച്ചു പോവുക എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇതിന് നിൽക്കത്തില്ല, ഞങ്ങൾ ജോലി ചെയ്യത്തില്ലെന്നൊന്നുമല്ല പറഞ്ഞത്. അവർ വർക്ക് ചെയ്തോടെ. അതും ദൈവത്തിന്റെ വചനപ്രകാരം അവർ ചെയ്യുന്നത് കേട്ടോ. യെരമ്യാ പ്രവാചന്റെ പുസ്തകം 29-ാം അധ്യായം 4 തൊട്ടുള്ള വാക്യം ഒന്ന് ദൈവം ഇതൊന്ന് വായിച്ചേ. യെരമ്യാ പ്രവാചന്റെ പുസ്തകം 29-4 തൊട്ടുള്ള വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമാറാക്കിയ സകല ബദ്ധന്മാരോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ. വായിച്ചു. ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങൾ. അപ്പൊ ഇവരെന്തിനാ അഗ്രി ചെയ്തത്? വർക്ക് ചെയ്യാൻ വേണ്ടി. നെബൂഖദ്നേസറിന്റെ പാലസിൽ, കോർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവർ അഗ്രി ചെയ്യാൻ കാരണം എന്തുവാ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ കർത്താവ് പറഞ്ഞു, ആ ദേശത്തിന്റെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഡു നോട്ട് റെസിസ്റ്റ് ദം, യു വർക്ക്, പക്ഷെ ഡു നോട്ട് ലൂസ് യുവർ ഐഡന്റിറ്റി. നിങ്ങളുടെ ഡിസ്റ്റിങ്ക്റ്റീവ് വോയിസിനെ നിങ്ങൾ ലൂസ് ചെയ്യരുത്. ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലൗകികന്മാരാകാതെ ഡിസ്റ്റിങ്ക്റ്റ് സ്പിരിച്വൽ വോയിസായി, വ്യത്യസ്തന്മാരായി, ക്രിസ്തു ശിഷ്യന്മാരായി, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനെ പോലിരിക്കുന്ന ക്രിസ്ത്യാനികളായി, ഡിസ്റ്റിങ്ക്റ്റായി ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഡുവൽ സിറ്റിസൺഷിപ്പാ. ലോകത്തിൽ ഉള്ളപ്പോൾ തന്നെ എവിടാ നാം ഉള്ളത്? നാം സ്വർഗീയ പൗരന്മാരാ. സാജുവെങ്കിൽ പണ്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്റെ മനസ്സിൽ ഓടി വരിക. ഈ ഇന്ത്യൻ കൗൺസിലേറ്റ്, ഇപ്പൊ UAE ഇന്ത്യൻ കൗൺസിലേറ്റ് ഉണ്ട്. ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ അകത്ത് ഇന്ത്യൻ ഭരണമാണ് നടക്കുന്നത്. പക്ഷെ ഈ കൗൺസിലേറ്റ് നിൽക്കുന്നത് എവിടെ? UAE. ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ അകത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വരുന്നത് ഇന്ത്യയിൽ നിന്നാ. എന്ന് പറഞ്ഞാല് കൗൺസിലേറ്റിന്റെ അകത്ത് ചെന്നാൽ ഒരു കൊച്ചു ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയും, പക്ഷെ നിൽക്കുന്നത് വേറൊരു രാജ്യത്താ. എന്നതുപോലെ ഒരു ദൈവവൈതലും നിൽക്കുന്നത് ലോകത്തിലാണെങ്കിലും ഉള്ളിലുള്ള ഭരണം സ്വർഗത്തിൽ നിന്നാ. കർത്താവാണ് ഉള്ളിലെ ഭരിക്കുന്നത്. ദൈവസഭയെ ഭരിക്കുന്നത് കർത്താവാണ്, പക്ഷെ നിൽക്കുന്നത് ലോകത്തിലാണ്. അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റീവായിട്ട് നിൽക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ബട്ട് വി വിൽ വർക്ക്, ഞങ്ങൾ ജോലി ചെയ്യും, ഞങ്ങൾ അധ്വാനിക്കും. ബട്ട് വി വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ നെബൂഖദ്നേസർ. വി വിൽ ട്രസ്റ്റ് ഓൺലി ഇൻ അവർ ഗോഡ്. ദൈവത്തിന്റെ 3 കരുതലുകളെ ഞാൻ വേഗം കാണിച്ചിട്ട് നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കരുതൽ, ഗോഡ്സ് ഓൺ പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നുവരെ ഉണ്ടായിരുന്നു? ത്രൂ ഔട്ട് ദി എക്സൈൽ. നെബൂഖദ്നേസർ വന്നുപോയി. എന്നാൽ ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 1:21. ദാനിയേലോ രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. Daniel continued until the first year of Cyrus the king. എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെ നെബൂഖദ്നേസറിന്റെ സമയത്ത് അവനോടുകൂടെ ഇരുന്ന് ദൈവത്തിന്റെ വിശ്വസ്തത കാണിച്ചോ എന്നതുപോലെ കോരേഷിന്റെ രാജ്യം വരെയും ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് വാസ്. രാജ്യം വന്നു, രാജാക്കന്മാർ വന്നു പോയെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ പ്രസൻസ് അവനോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് പ്രത്യാശ നൽകണം പ്രിയരെ. ഏത് രാജ്യം വന്നാലും, ഏത് പാർട്ടി വന്നാലും പോയാലും ഈ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഗോഡ്സ് വേർഡ് വാസ് വിത്ത് ദി എക്സൈൽ. ദൈവത്തിന്റെ വചനം അവരോടുകൂടെ ഉണ്ടായിരുന്നു.
ദൈവം അവരോട് വചനത്തിൽ കൂടെയും സ്വപ്നത്തിൽ കൂടെയും സംസാരിച്ചു. ഗോഡ്സ് പ്രസൻസ്, ഗോഡ്സ് വേർഡ് വാസ് വിത്ത് ദം. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പ്രസൻസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം നോക്കിക്കേ. ദാനിയേൽ 1:9. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദൈവം ദയയും കരുണയും വരുത്തുവാൻ ഇടവരുത്തി. ആരാ ഇടവരുത്തിയത്? ആ 1-ാം അധ്യായത്തിൽ തന്നെ ദൈവത്തിന്റെ വിശ്വസ്തത കണ്ടേ. 2-ാം വാക്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം ന്യായം വിധിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നു. അപ്പോൾ തന്നെ പ്രവാസത്തിലായിരിക്കുന്നവർക്ക് കരുണയും കൊടുത്തു. ദൈവം അതിലും വിശ്വസ്തനായിരുന്നു. God gave them mercy. ദൈവം അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ആ വ്യക്തിക്ക്, ദാനിയേലിനും ഇവരോടൊക്കെ കരുണ തോന്നിയത്. ബിക്കോസ് God's hand was behind that. ഇവര് ഈ രാജാവിന്റെ കോർട്ടിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി അഗ്രി ചെയ്യാൻ ഒരു കാരണമുണ്ട്. അവർക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ കരമുണ്ട് ഇവിടെ. God's hand is with us. 3-ാമത്തെ കാര്യം, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. ദാനിയേൽ മാത്രമല്ല, ഈ പ്രവാസത്തിൽ അവനോടുകൂടെ കൂട്ടായ്മ ആചരിക്കാൻ മറ്റ് 3 സഹോദരന്മാരെയും കൊടുത്തു. അതൊരു ദൈവത്തിന്റെ പ്രൊവിഡൻസ് അല്ലേ? നമുക്ക് തന്ന കൂട്ടായ്മ അത് വളരെ വിലയേറിയതാണെന്ന് മനസ്സിലാക്കണം. എന്തിനാ കൂട്ടായ്മ? ഞാൻ എങ്ങനെ ചർച്ച പറഞ്ഞ പോലെ പൊറോട്ടയും ഇറച്ചിയും കഴിക്കാൻ വേണ്ടിയല്ല കൂട്ടായ്മ. പലതും അങ്ങനെ. ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പുതുതായിട്ട് തുടങ്ങിയ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുക, കഴിക്കുക, അത് കൂട്ടായ്മയല്ല, അത് കൂട്ടാ. അത് പൊട്ടും. കൂട്ടായ്മ നിലനിൽക്കും, കൂട്ട് പൊട്ടും. പുതിയ കട തുടങ്ങി, എന്നാൽ നമുക്ക് മന്തി കഴിക്കാം, എന്നാൽ പിന്നെ അവിടെ ചിക്കൻ കഴിക്കാം, പോക്കാം. പക്ഷെ അത് കൂട്ടായ്മയല്ല. കൂട്ടായ്മ ഉണ്ടെങ്കിൽ എന്ത് പറ്റുന്ന അറിയാമോ? വായിച്ചോ എബ്രായ ലേഖനം 3-ാം അധ്യായം. ഞാൻ അല്പസമയം ഒന്ന് മുമ്പോട്ട് എടുത്തു, ക്ഷമിക്കണം. എബ്രായ ലേഖനം, അവിടെ ഒരു വാക്യം അവിടെ ഉണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം, 13-14. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളുവീൻ. അന്യോന്യം എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? പ്രബോധിപ്പിക്കണം. 12-ാമത്തെ വാക്യം, ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യരുത്? ത്യജിച്ച് കളയാതിരിക്കാൻ ഇരിക്കേണ്ടതിന് അവിശ്വാസ്യമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്യോന്യമുള്ള കൂട്ടായ്മയിൽ നമ്മൾ വളരെ ഉത്സാഹം കാണിക്കണം. സ്തോത്രം. കൂട്ടായ്മയിൽ ഉത്സാഹം കാണിക്കുമ്പോൾ തമ്മിൽ കാണുമ്പോൾ എന്തോ പ്രബോധിപ്പിക്കേണ്ടത്? അച്ഛാ ഷുഗർ എത്ര ഉണ്ട്? അതല്ല, അതും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അതും ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അത് മാത്രമാകുമ്പോഴാ പ്രശ്നം. കൂട്ടായ്മയിൽ കൂടുമ്പോൾ ചോദിക്കുന്നത് എന്തോന്നറിയാമോ? ഈ ആഴ്ച വായിച്ച വാക്യം ഏത് അധ്യായത്തിൽ നിന്ന് അച്ഛൻ വായിച്ചത്? കർത്താവ് എന്തോ സംസാരിച്ച്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങിയാലേ നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങത്തില്ല. കാരണം നമുക്കറിയാം, ഈ ആൾ എന്നെ അടുത്ത ഞായറാഴ്ച ചർച്ചയിൽ കണ്ടാൽ ചോദിക്കാൻ പോകുന്നത് ഈ ആഴ്ച എന്തോ വായിച്ചതെന്നാ. അപ്പൊ അങ്ങനെങ്കിലും നമ്മൾ വായിക്കും. അല്ല, നമ്മളിൽ ഒരാൾ ചെന്നിട്ട് ഒരാൾ പറയാം, അച്ഛാ ഞാനേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അച്ഛാ ഈ ഇടയ്ക്കായിട്ട് നല്ലപോലെ ഉറക്കമുണ്ട്, അമ്മാമ്മയ്ക്ക് നല്ലപോലെ ഉറക്കമുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേ ഈ മനുഷ്യൻ എന്തോ ചിന്തിക്കുന്നത്? എന്നെ കാണുന്ന ഒരു കണ്ണുണ്ടല്ലോ സഭയിൽ, അങ്ങനെങ്കിലും പേടിച്ചുറങ്ങാതിരിക്കും. ഇതാ കൂട്ടായ്മയിൽ തമ്മിൽ പ്രബോധിപ്പിക്കേണ്ടത്. ഞാൻ നോക്കുമ്പോ പാട്ട് പാടുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ ദൈവവചനം പറയുമ്പോൾ അച്ഛാ നല്ലപോലെ ഉറങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ വിഷമമായി തോന്നുന്നു, ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവ് ബലം നൽകട്ടെ. നോക്കിക്കേ, ഇതാ അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടത്. അപ്പൊ അതിനാ കൂടുന്നത് നമ്മള്. അല്ലാതെ പാസ്റ്റർ ദൈവവചനം പറയുന്നു അത് കേട്ട് നമ്മൾ അങ്ങ് പോയി അല്ല. വി ഹാവ് ടു കം ആൻഡ് എൻകറേജ് ഈച്ച് അതർ. ദൈവത്തിന്റെ പ്രൊവിഡൻസ് നോക്കിക്കേ.
ഡാനിയൽ തന്നല്ല. ഡാനിയലിന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവത്തിന് വചനമുണ്ട്. അപ്പോൾ തന്നെ ശക്തന്മാരായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന 3 സഹോദരന്മാരും കൂടി നിർത്തിരിക്കുക. എന്നിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഡാനിയേൽ സഹോദരന്മാരെടുക്ക ചെന്നിട്ട് പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. രാജാവിന്റെ മുമ്പിൽ ഞാൻ നാളെ ചെന്ന് ആ വ്യക്തി കണ്ട ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ എന്റെ നോളജ് കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈസ് പ്രേയിങ്, ദേ ആർ പ്രേയിങ് ഫോർ ഹിം. തമ്മിൽ പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തത ഇൻ ജഡ്ജ്മെന്റ്, ദൈവത്തിന്റെ വിശ്വസ്തത in showing mercy to the people who loves him. ദൈവവചനം നമ്മളെ ഷേപ്പ് ചെയ്യട്ടെ, നമ്മുടെ പ്രാർത്ഥനയെ ട്രാൻസ്ഫോം ചെയ്യട്ടെ. God's word will not just transform us, but also our prayer life. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.